അയ്യോ ചേച്ചി നീ എന്ത് ഫൗളാടി കാണിച്ചേ? ഞാൻ എന്ത് ഫൗളാടി കാണിച്ചത്? നിനക്ക് കളിക്കാറുണ്ടെങ്കിൽ നീ അത് പറ. ഓ പിന്നെ എനിക്ക് കളിക്കാറിനോട് തേയിപ്പ കുറ്റം അല്ലേ? പിന്നെ എന്ത് കാര്യം? എടി നിനക്ക് ബാഡ്മിന്റൺ എന്തെങ്കിലും നിയമങ്ങൾ അറിയാവോ? എനിക്ക് ആവശ്യത്തിനൊക്കെ അറിയാം. എന്നാ ഏതെങ്കിലും ഒരു നിയമം പറഞ്ഞേ കേട്ടോ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ പിന്നെ കോർക്ക് ഇപ്പൊ ഞാൻ പാസ് ചെയ്ത് എന്റെ കയ്യിൽ നിന്ന് ഔട്ട് ആവുകയാണെങ്കിൽ നിനക്കൊരു പോയിന്റ്. അത്രയൊക്കെ എനിക്കറിയും. കൊള്ളാം. എന്റെ ചേച്ചി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ക്രിക്കറ്റ് ബാറ്റും ബോളും ഉപയോഗിച്ചാണ് കളിക്കണമെങ്കിൽ നമ്മൾ ഈ ബാഡ്മിന്റൺ കളിക്കുന്നത് റാക്കറ്റും ഷട്ടിലും യൂസ് ചെയ്താണ്. ക്രിക്കറ്റിന്റെ ബാറ്റ് മെയിൻലി വുഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഷട്ടിലിന്റെ ബാറ്റ് നമ്മൾ അതിന്റെ മെയിൻ ഭാഗം നമ്മൾ ഉണ്ടാക്കുന്നത് ചരട് നെയ്തിട്ടാ. അതെ, നീ ഇപ്പൊ എന്താ എന്റെ അടുത്ത് ചോദിച്ചത്? റൂൾസിന്റെ കാര്യം. നീ ഇപ്പൊ പറഞ്ഞു വരുന്നത് എന്താണ്? ഇതിന്റെ നിർമ്മാണോ? കുറച്ച് സമയം തരുമോ? ശരി, നീ പറ. വെടി വെക്കല്ലേ. അപ്പൊ ഈ റാക്കറ്റ് ഉപയോഗിച്ച് കളിക്കുന്ന ഒരു കായിക വിനോദമാണ് ബാഡ്മിന്റൺ. ഒരു വലയുടെ മുകളിൽ കൂടെ ഷട്ടിൽ കോക്ക് അതിന്റെ റാക്കറ്റ് ഉപയോഗിച്ച് അടിച്ചാണ് നമ്മൾ ഈ ബാഡ്മിന്റൺ കളിക്കണം. ഒരു കളത്തില് ദീർഘദൂരത്തില് ഇരുവശത്തായിട്ട് ഓരോ കളിക്കാരോ ഒരാളാണ് നിൽക്കുന്നെങ്കിൽ ഓരോ ആൾക്കാരാണ് ഇരുവശത്ത് നിൽക്കുന്നെങ്കിൽ അതിന് സിംഗിൾസ് എന്ന് പറയും. ഇപ്പൊ രണ്ടുപേര് ജോഡിയായിട്ടാണ് ഇരുവശത്ത് നിൽക്കുന്നെങ്കിൽ ഡബിൾസ് എന്ന് പറയും. അങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ ബാഡ്മിന്റൺ കളിക്കാറുണ്ട്. അവിടെ നിൽക്കുന്ന ഒരു കളിക്കാരന് നമ്മുടെ ഈ ഷട്ടിൽ കോക്ക് നെറ്റിന്റെ വലയുടെ മുകളിൽ കൂടെ പാസ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരു വട്ടമേ അടിക്കാൻ സാധിക്കുള്ളൂ. എടി ഡബിൾസിലും അങ്ങനെ തന്നെയാണ്. മതി. നീ ഈ കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് പഠിച്ച്? പഠിക്കാൻ എന്തോ ഇരിക്കുന്നത്? എടി നമ്മള് ഇന്ത്യയിൽ താമസിക്കുമ്പോൾ ഓരോ നിയമങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമുക്ക് ആ നിയമങ്ങളെ പറ്റിയിട്ട് ഒരു കാര്യം അറിയത്തില്ല. അതാണ് നമ്മുടെ പ്രത്യേകത. എന്റെ പൊന്നു പിങ്കി, ഇതുപോലുള്ള ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ നീ പോയിട്ടുള്ളൂ, ബാക്കി ആരും. വാ നമുക്ക് കളിക്കാം. ഓ അയ്യ, കുറച്ച് കഴിഞ്ഞിട്ട് മാടി. എന്തിത്ര മടി പറഞ്ഞല്ലോ. അല്ല ഇത്രയും നാളെ നീ ആ ഇതിലെല്ലാം വന്നോണ്ടിരുന്നേ, ഇപ്പൊ മാത്രം തോന്നുന്നു. പിന്നെ എനിക്ക് വല്ല നിർബന്ധമില്ല, നീ വേണമെങ്കിൽ വന്നാൽ മതി. നോക്ക് എന്ത് കോലം. വാ ഇങ്ങോട്ട്. എനിക്ക് അല്ലെങ്കിൽ അറിയാം വേണമെങ്കിൽ ഞാൻ വന്നാൽ മതി. കാരണം എനിക്ക് വയസ്സായല്ലോ, നീ നമ്മളെ ആവശ്യമില്ലല്ലോ. വയസ്സാ? ഓ ഒന്ന് നിർത്ത്. ഒരു വഴിക്ക് പോകുന്നെങ്കിലേ നിങ്ങൾക്ക് രണ്ടുപേർക്ക് വഴക്കുണ്ടാക്കാതെ പൊയ്ക്കൂടെ? മക്കളെ എനിക്ക് മതിയായി ഇത്. എന്തോന്ന് എപ്പോഴും ഇങ്ങനെ. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ അക്ഷയ പോണെന്നല്ലേ പറഞ്ഞേ? ഈ വേഷം ഒന്നും കണ്ടിട്ട് അക്ഷയ പോണതായിട്ട് എനിക്ക് തോന്നലല്ലോ. അത് അക്ഷയിൽ എന്തോ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. അതേപോലെ എന്റെ സാധാരണ ഉടുപ്പുകളൊക്കെ അവിടെ നനയ്ക്കേട്ടേക്കണം, അയൺ ചെയ്തൊന്നുമില്ല. നോക്കിയപ്പോ ഇത് മോളെ ഇരുന്ന് അങ്ങ് എടുത്തിട്ട് അത്രേ ഉള്ളൂ. ഉടുപ്പിന്റെ കാര്യം ഓക്കെ. ഇതെന്തോ ഈ നെറ്റിരിക്കുന്ന ഗോപുരു? അതാ മറ്റേ സീരിയല്ല, മറ്റേ അമ്മയമ്മേര് പറഞ്ഞവരില്ലേ, അവരിടുന്ന പൊട്ട് കണ്ടപ്പോ എനിക്ക് എവിടെയെങ്കിലും ഇടുന്നൊരു ആഗ്രഹം തോന്നി ഞാൻ ഇപ്പൊ എടുത്തിട്ട് അത്രല്ലേ ഉള്ളൂ. അല്ല അച്ഛാ, അച്ഛൻ ഇത് എന്തോന്നായിട്ടിരിക്കുന്നേ? കൗബോയ് സ്റ്റൈലുള്ള ഷൂസും ജീൻസും. അത് ഞാൻ നിങ്ങൾക്ക് എന്തോന്നൊക്കെ അറിയണം പിള്ളേരെ. കുട്ടികളെ പോലത്തെ വർത്താനം പറയണം, വലിയ അമ്മച്ചിമാരായിട്ടും. വലിയ ഡയലോഗ്. നീ കളിച്ചോണ്ടിരിക്കുന്ന വരുന്നുണ്ടോ? ആ സ്കൂട്ടറിലാണെങ്കിൽ ഞാൻ വരണില്ല. അല്ല അപ്പൊ നിങ്ങൾ സ്കൂട്ടറിലല്ലേ പോകുന്നത്? ഞങ്ങൾ വിമാനത്തിൽ പോകണം. എന്ത് നീ പറഞ്ഞ? അയ്യോ ഇല്ല അച്ഛാ, ഞാൻ ഒരു കാര്യം പറയാം. രണ്ടെണ്ണം കൂടി റോഡിൽ കിടന്ന് വഴക്കുണ്ടാക്കരുത്. എന്റെ ഒരു അപേക്ഷയാണ്, പ്ലീസ്. മക്കളെ ഞാൻ ഒന്നിനും പോവില്ല. ഇവള് വല്ലതും പറഞ്ഞ ഞാൻ മിണ്ടായിരിക്കത്തില്ല, അത് പറഞ്ഞേക്കണം. പിന്നെ എന്നാ സ്കൂട്ടർ വേണ്ട, തമ്പുരാട്ടിക്ക് ഓട്ടോയിൽ കയറാൻ പറ്റുമോ? നടക്ക്. നടക്കേ തന്നെ. അപ്പോ എപ്പോ വന്നാലും എന്തെങ്കിലും കുറ്റം പറഞ്ഞോണ്ടിരിക്കും. അല്ലാതെ എന്തോന്നാ ഇത് ശല്യം. പിറുകൊടുത്തോണ്ട് വരില്ല കേട്ടോ, നടന്നു പോകും. റോഡ് നിങ്ങൾ സംസാരിക്കാനാണെങ്കിൽ ഞാനും വരില്ല. നീ സംസാരിക്കണം. കുട്ടികൾ ഇത്ര വളർന്നു വരുന്നെന്ന് ഇവർക്ക് ഒരു ചിന്തയില്ലല്ലോ. എന്നിട്ടും തീരുന്നില്ലല്ലോ ഇവരെ വഴക്ക്. കാര്യമൊക്കെ ശരി തന്നെ. ചേച്ചി എന്തോ തരികിട മണക്കുന്നില്ലേ? എന്ത് തരികിട മണക്കാൻ? കഥ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കഥ തുടങ്ങിയിട്ടുള്ള എന്തോ നടി വിളിച്ചു പറയണേ? നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തുവാടി? നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 21 വയസ്സായിരുന്നു. ഒരു അപ്രിയ സത്യം ഞാൻ പറയട്ടെ. എന്ത്? നിന്റെ വയസ്സ് മാത്രമേ കൂടുന്നുള്ളൂ. നീ ഇപ്പോഴും ആ തൊട്ടിലാണ് കിടക്കുന്നത് കേട്ടോ. ഓഹോ, നീ എന്തോന്ന് വിളിച്ചു പറയണത്? എന്ത്? നിനക്കൊന്നും മനസ്സിലായില്ല? ഇല്ല. കാരണം നീ കുട്ടിയാണ്, മനസ്സിലാവില്ല. ഞാൻ കുട്ടിയാണോ? അപ്പൊ നീ എന്താണ്? നിന്നെക്കാൾ കുട്ടിയാണല്ലോ. സമ്മതിച്ചല്ലോ. കൊടു. വാ കേർ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.